കലോത്സവത്തിന്റെ 3-ാം ദിവസമായ ഇന്ന് 18,000 പേർക്ക് ഭക്ഷണം ഒരുക്കുകയാണ് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ കലവറ. കാണാം ഊട്ടുപുരയിലെ വിശേഷങ്ങൾ. അങ്ങനെ കലോത്സവത്തിന്റെ 3-ാം ദിനമാണ്. കലോത്സവം വേദികൾ പോലെ തന്നെ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു സ്ഥലം. അങ്ങനെ 3-ാമത്തെ ദിവസം സദ്യകളൊക്കെ, ഉച്ചക്കത്തേക്കുള്ള സദ്യകളൊക്കെ ഗംഭീരമായി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഇത് ഏത് പായസാ? ഇന്ന് അടപ്രഥമനാണ്. ഓരോ പായസങ്ങളാണ്. ഇന്ന് അടപ്രഥമം വിളമ്പുന്നു, ഇന്നലെ പാലട വിളമ്പിയ, നാളെ പരിപ്പ് പായസം ഉണ്ട്. അപ്പം ഓരോ ദിവസം ഉച്ചയ്ക്ക് മീൽസിനപ്പോൾ ഓരോ പായസം കൊടുക്കണം നമ്മൾ. അച്ഛൻ എന്തേ, നമ്പൂതിരി എന്തേ? അച്ഛൻ ഇന്ന് ചെട്ടിക്കുളങ്ങര അമ്പലത്തിൽ അവിടെയും പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോകാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ മെനുകളൊന്ന് ചുരുക്കി പറയാമോ? പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത പുട്ടും കടലയാണ്. ഉച്ചയ്ക്ക് ചോറിനൊപ്പം നമ്മൾ സാമ്പാറുണ്ട്, മോരുണ്ട്, രസമുണ്ട്, പിന്നെ നമ്മൾ കൂട്ടുകറിയുണ്ട്, പിന്നെ അടപ്രഥമ പായസമുണ്ട്, അച്ചാറുണ്ട്, കിച്ചടിയുണ്ട്, പിന്നെ നമ്മൾ പപ്പടവും വിളമ്പുന്നുണ്ട്. വൈകുന്നേരം ടീക്കൊപ്പം സ്നാക്സ് ഉണ്ട്, രാവിലെ ഇടനേരത്തിന് 2 സ്നാക്സ് ഉണ്ട്, രാത്രിയിൽ ചപ്പാത്തിയും കുറുമയും. ഏകദേശം നമ്മൾ എത്ര മണിയാകുമ്പോൾ ഉച്ചക്കത്തെ ഐറ്റംസ് ഒക്കെ റെഡിയാവും? 11 മണിയാകുമ്പോഴത്തേന് നമ്മൾ ഫുഡ് റെഡിയാവും. 11:30 ആകുമ്പോൾ വിളമ്പി തുടങ്ങും. കാരണം ഇന്ന് അധികം ആൾക്കാരുണ്ട്, കോൺടെസ്റ്റൻസിന് എണ്ണം കൂടുതലാണ്. പിന്നെ ഒരു 10,000-20,000 പേർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഒരു 11 മണിക്ക് തന്നെ വിളമ്പി തുടങ്ങുന്നുണ്ട്. എന്നാലേ 3:30 ആകുമ്പോഴത്തേക്കും ഇത്ര ആൾക്കാർക്ക് വിളമ്പി തീർക്കാൻ പറ്റത്തുള്ളൂ. ഏകദേശം 4,000 പേർക്കാണ് അല്ലേ? അപ്പൊ ഏകദേശം നമ്മൾ എത്ര പേർക്ക്? 4,000 അല്ല, ഇന്ന് ശരിക്കും ഉച്ചയ്ക്ക് മാത്രം വിളമ്പുന്നത് 18,000 പേർക്കാണ്. യെസ്, ഉച്ചയ്ക്ക് ലഞ്ച് മാത്രം. കാരണം ഇന്നാണ് ഏറ്റവും അധികം കണ്ടസ്റ്റൻസ് നമ്മൾ കലോത്സവത്തിന് പങ്കെടുക്കുന്ന ദിവസമാണ്. അപ്പോൾ ഈ 18,000 പേർക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 1,000-1,500 പേർക്ക് വരെ ഉണ്ട്. അപ്പോൾ അതിനുള്ള നമ്മൾ ഫുഡ് കരുതിയിട്ട് വേണം നമ്മൾ വിളമ്പുന്ന ഹാളിലേക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട്. ലാസ്റ്റ് ദിവസത്തെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ലാസ്റ്റ് ദിവസം ഒരു സ്പെഷ്യൽ പായസം കൊടുക്കണമെന്നുണ്ട്, മറ്റന്നാൾ ഞായറാഴ്ച. അപ്പോൾ എന്താണെന്നുള്ളത് അച്ഛൻ്റെ ഡിസിഷനാണ്. നോക്കണം എന്താണ്, എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. നമ്പൂതിരിയുടെ ഇത്തവണത്തെ പായസം ഏതാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള പായസം? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പായസവും നമുക്ക് സ്പെഷ്യലായിട്ട് തന്നെ. ഇപ്പം നമുക്ക് ഓരോ പായസങ്ങൾ ഉണ്ടെങ്കിൽ ഇന്നലെ വിളമ്പിയ പാലട ശരിക്കും നമ്മുടെ ഓൺ റെസിപ്പിയാണ്. നമ്മളെ രീതിയിലാണ് ചെയ്യുന്നത്. അച്ഛൻ്റെ ഒരു അച്ഛൻ തന്നെ കണ്ടുപിടിച്ച ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇന്ന് അടപ്രഥമനാണ്, നാളെ പരിപ്പാണ്. അപ്പം നമ്മൾ ഇത്ര അധികം ആൾക്കാർക്ക് വിളമ്പുന്നതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള പായസത്തിൽ പരീക്ഷണങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത്ര ആൾക്കാർക്ക് വിളമ്പണമല്ലോ, കുറച്ച് പേർക്കൊക്കെയാണ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ നോർമലായിട്ട് ചെയ്യാറുള്ള രീതിയിലുള്ള പായസങ്ങളാണ് നമ്മൾ ഓരോ ദിവസം കൊടുക്കുന്നത്. നമുക്കിവിടെ മൊത്തം എത്ര സ്റ്റാഫ് ഉണ്ട് ചേട്ടാ? 75 പേരുണ്ട്. 75 പേരുണ്ട്. അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് രീതിയിൽ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവിയുള്ള കുത്തരിച്ചോറാണ്, നല്ല ആവിയുള്ള കുത്തരിച്ചോറ്. ഇങ്ങനെ അവരത് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പായസം റെഡി ആവുന്നുണ്ട്, ചേച്ചിമാർ സാമ്പാറിനും അവിയലിനും ഒക്കെ അരിയുന്നുണ്ട്, മോരുകറി റെഡിയാണ്, രസം റെഡിയാണ്. പാത്രങ്ങളൊക്കെ അവർ കഴുകി സെറ്റാക്കി വെച്ചേക്കണം. ഏകദേശം ഒരു ഉച്ചയ്ക്ക് മുന്നേ 12:30 മുന്നേ തന്നെ എല്ലാ ഭക്ഷണങ്ങളും റെഡിയാകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ദിവസം എന്ന് തന്നെയാണ് നമ്പൂതിരിയുടെ മകനും നമ്മളോടിപ്പം പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 18,000 പേർക്കാണ് ഇന്നു മാത്രം ഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്നത് കൂടി എന്തായാലും നമ്പൂതിരി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തായാലും വലിയ രീതിയിലുള്ളൊരു ഗംഭീരമായൊരു സദ്യ തന്നെയാണ് ഇന്നിവിടെ ഒരുക്കുന്നത്. ഏകദേശം 18,000 പേർക്കാണ് ഇന്നിവിടെ സദ്യ തയ്യാറാക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം രേണുക രാജേന്ദ്രൻ, കേരള വിഷൻ ന്യൂസ്, തൃശൂർ.